ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ അടുത്ത് വാങ്ങിയ ഒരു റാങ്ക് ഫയലാണ്. ഞാൻ വാങ്ങിയത് ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസിൻ്റെ അഡ്വാൻസ്ഡ് റാങ്ക് ഫയലാണ്. ഇത് 4 വോളിയമായിട്ടാണ് ലഭിക്കുന്നത്. 2025 നവംബർ എഡിഷൻ റാങ്ക് ഫയലാണിത്. ഞാൻ വാങ്ങിയത് മലയാളം എഡിഷൻ റാങ്ക് ഫയലാണ്. ഓൾറെഡി ഈ റാങ്ക് ഫയലിനെ പറ്റിയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ റാങ്ക് ഫയലിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രൈസ് ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 2400 രൂപയാണ്. അതായത് നിങ്ങൾ ബുക്ക് സ്റ്റോളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതിൻ്റെ വില വരുന്നത് 2400 രൂപയാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഇത് വാങ്ങാം. ഓൺലൈനിൽ വാങ്ങുമ്പോൾ ലക്ഷ്യയുടെ വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ 2000 രൂപയാണ് ഇതിൻ്റെ വില. ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ ഞാൻ വാങ്ങിയ സമയത്ത് 2412 രൂപ ഇൻക്ലൂഡിങ് ഡെലിവറി ചാർജസ് എനിക്ക് ആയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ വില വരുന്നത് 2398 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ ഞാൻ വാങ്ങിയ സമയത്ത് സ്റ്റോക്ക് ഔട്ടായിരുന്നു, അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത്. ഫ്ലിപ്കാർട്ടിൽ മേ ബി ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഞാൻ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂലോട്ട് പോകുമ്പോൾ ഇത് 4 വോളിയമായിട്ടാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഫസ്റ്റ് വോളിയത്തിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇക്കണോമിക്സ്, ഇമ്പോർട്ടൻ്റ് ആക്ട്, കേരള അഡ്മിനിസ്ട്രേഷൻ, മലയാളം എന്നീ സബ്ജക്ട്സ് ആണ്. വോളിയം 2ൽ വരുന്ന സബ്ജക്ട്സ് ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ്, ഇംഗ്ലീഷ്. വോളിയം 3ൽ വരുന്ന സബ്ജക്ട്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് ആൻഡ് ടെക്നോളജി, കമ്പ്യൂട്ടർ. വോളിയം 4ൽ വരുന്ന സബ്ജക്ട്സ് ഇന്ത്യൻ ജോഗ്രഫി, കേരള ജിയോഗ്രഫി, വേൾഡ് ജോഗ്രഫി, മാത്സ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കണ്ടൻസ് അല്ലെങ്കിൽ ഇൻഡെക്സ്, ഓരോ വോളിയത്തിൻ്റെയും ഇൻഡെക്സ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. ഡീറ്റെയിൽഡ് കണ്ടൻറ്റ് കണ്ടിട്ട് വാങ്ങാനാണ് ചിലർക്കിഷ്ടം. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം. പിന്നെ ഇതിൻ്റെ പേപ്പർ ക്വാളിറ്റി പറയുമ്പോൾ ആവറേജ് പേപ്പർ ക്വാളിറ്റിയാണ്. അതായത് സാധാരണ റാങ്ക് ഫയലിൻ്റെ പേപ്പേഴ്സില്ലേ, അതുപോലത്തെ പേപ്പേഴ്സാണ്. അതായത് അത്ര വൈറ്റ് ആയിട്ടുള്ളൊരു പേപ്പറല്ല, പക്ഷെ നല്ല ക്ലിയർ ആണ്. പിന്നെ ഇതിൻ്റെ പ്രിൻ്റ് ക്വാളിറ്റി പറയുമ്പോൾ എനിക്ക് 1-2 പേജുകളിൽ, അതായത് ഒരു വോളിയത്തിൻ്റെ 1-2 പേജുകളിൽ ചെറുതായിട്ട് ഫെയ്ഡ് ആയതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് വായിക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലാണുള്ളത്. പിന്നെ അതുപോലെ വേറെ ഡാമേജസ് പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് വോളിയത്തിൻ്റെ ആദ്യത്തെ 1-2 പേജസ് ബൈൻഡിൽ നിന്ന് വിട്ട് ഇരിപ്പുണ്ട്. അത് നമുക്ക് ഒരു പശ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ റിട്ടേൺ ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. പിന്നെ ഈ റാങ്ക് ഫയലിൻ്റെ കണ്ടൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓരോ വോളിയത്തിലെയും സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഓരോ വോളിയത്തിൻ്റെയും ഡീറ്റെയിൽഡ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ, അതായത് കണ്ടൻറ്റ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ കണ്ടൻറ്റ് ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു റാങ്ക് ഫയലാണിത്. അതായത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പല പോയിൻറ്റ്സും കൊടുത്തിട്ടുള്ളത്. നമ്മൾ വേറെ റാങ്ക് ഫയൽസ് നോക്കുമ്പോൾ അതിൽ ചെറിയ പോയിൻറ്റ്സിൽ കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഇയേഴ്സ് അല്ലെങ്കിൽ ആൾക്കാരെ പേര് ഒക്കെ ഉൾപ്പെടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ഇതിൽ വലിച്ചു വാരി ഒന്നും കൊടുത്തിട്ടില്ല. പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ സബ്ജക്ട്സ് ആണെങ്കിലും കൊടുത്തിരിക്കുന്ന എല്ലാം നല്ല രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ NCERT-യിലുള്ള പോയിൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. NCERT ബുക്സിൻ്റെ കാര്യം എനിക്കറിയത്തില്ല, കാരണം ഞാൻ NCERT ബുക്സ് ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. SCERT-ൻ്റെത് ഞാൻ നോക്കുമ്പോൾ SCERT-യിൽ വരുന്ന പോയിൻറ്റ്സ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി വേറെ SCERT ബുക്സ് എടുത്ത് വെച്ച് പഠിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. പിന്നെ വരുന്നത് പിക്ചേഴ്സാണ്. അതായത് ചിലർക്കെങ്കിലും പിക്ചേഴ്സ് കണ്ട് പഠിക്കാൻ ഇഷ്ടമായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ
സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം എക്സാമ്പിൾ നമ്മൾ ബയോളജിയിലൊക്കെ നാഡീവ്യവസ്ഥ, ദഹന വ്യവസ്ഥ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഓരോ പാർട്സ്, അതിൻ്റെ ഉപയോഗം അതൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റ് വെച്ച് വായിച്ച് പഠിക്കണേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു പിക്ചർ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ റാങ്ക് ഫയലിൽ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ SCRTയിലെ പോയിൻറ്റ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മാത്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് പറയുകയാണെങ്കിൽ 2025 നവംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഒരു രീതിക്കാണ് ഇതിൻ്റെ കണ്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് വായിക്കാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ കണ്ടൻറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പേപ്പർ ക്വാളിറ്റി പറയുകയാണെങ്കിൽ പേപ്പർ ക്വാളിറ്റി ആവറേജ് പേപ്പർ ക്വാളിറ്റിയാണ്. സാധാരണ റാങ്ക് ഫയലിലുള്ള അതേ ടൈപ്പ് പേപ്പറാണ്, വൈറ്റ് പേപ്പറൊന്നും അല്ല. ഏകദേശം ഒരു 5408 പേജസാണ് അവർ പറയുന്നത്. ഇതിലുള്ള പേജസ് എന്ന് പറയുന്നത് 5408 പേജസാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. സാമ്പിൾ കുറച്ച് പേജസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറെ പറയാൻ എന്തുണ്ട്? ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.